മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്ത അതിമനോഹരമായ വലിയ നിരപ്പ് ഹിൽസ്. അവിടെ മഹാനായ മമ്പുറം തങ്ങൾ ഇബാദത്തിനും വിശ്രമത്തിനും തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം. ആ പുണ്യമാക്കപ്പെട്ട സ്ഥലം കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 341ാമത്തെ എപ്പിസോഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വലിയ നിരപ്പ് ഹിൽസ് മഹാനായ മമ്പുറം തങ്ങൾ യാത്ര വേളയിൽ ഇബാദത്തിനും വിശ്രമത്തിനും തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം. ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ മുഴങ്ങാണി വലിയ നിരപ്പ് ഹിൽസിലാണ്. കോഴിക്കോട് തൃശ്ശൂർ റോട്ടിൽ കോട്ടക്കലിനും വളാഞ്ചേരിക്കുമിടയിലുള്ള വെട്ടിച്ചിറ. അവിടെ നിന്ന് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ നമ്മൾ അവിടേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. നാഷണൽ ഹൈവേ വെട്ടിച്ചിറയിൽ നിന്ന് ഏകദേശം കാടാമ്പുഴ റൂട്ടിൽ ഏകദേശം 300 മീറ്റർ സഞ്ചരിച്ചാൽ ഇടത്ത് തിരിഞ്ഞ് മുഴങ്ങാണി ചേലകുത്ത് പോകുന്ന റൂട്ടിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഏകദേശം 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ മുഴങ്ങാണി എന്ന ടൗൺ കാണാം. അവിടെ നിന്ന് അല്പം കൂടി സഞ്ചരിച്ചാലാണ് നമ്മുടെ ഈ വലിയ നിരപ്പ് ഹിൽസിലേക്ക് പോകുന്ന സ്ഥലം നമ്മൾ എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം മല കയറാൻ തുടങ്ങുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ മലയിലേക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മളിതാ ഇവിടെ വണ്ടി സൈഡാക്കി ഈ ഒരു ചെറിയൊരു കുന്നുണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഈ വലിയ നിരപ്പ് ഹിൽസ്. ഇവിടെ നമുക്ക് ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നാഷണൽ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഈ മലയുടെ പല ഭാഗത്തു നിന്നും വലിയ തോതിൽ തന്നെ മണ്ണ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ കാലത്തുണ്ടായിരുന്ന ആ ഭംഗിയൊക്കെ ഒരുപാട് പല ഭാഗത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മല, നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചെറിയ കാട് ഇതൊന്നുകൂടി പച്ചപ്പുള്ള സമയത്ത് വന്നാൽ ഇതിനേക്കാൾ മനോഹരമായിരിക്കും. അത്ര കാണാൻ മനോഹരമായ, ചുറ്റുഭാഗത്തും നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു മലയാണ്. കൂടുതലൊന്നും കയറാനില്ലെങ്കിലും ഉള്ളത് അതിമനോഹരവും നല്ല രസമുള്ളതായ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. ഒരുപാട് ആളുകൾ രാവിലെയും വൈകുന്നേരമൊക്കെ ഈ സ്ഥലത്ത് വന്നിരിക്കാറുണ്ട്, അവരുടെ നേരം പോക്കിനും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയാണ് മഹാനായ സയ്യിദ് അലവിയുൽ മൻഫറമി, മഹാനായ മമ്പുറം തങ്ങൾ യാത്ര മധ്യ ഇബാദത്തിനും അതുപോലെ തന്നെ നിസ്കരിക്കാനും ഒക്കെ ചിലവഴിച്ചിരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവർ ഇരുന്നത്. ബഹുമാനപ്പെട്ടവരുടെയും അവരുടെ മകൻ്റെയും കാൽപ്പാടാണ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇവിടെ നിസ്കരിച്ച സമയത്തുള്ള കാൽപ്പാടാണെന്നും പറയുന്നുണ്ട്. ഈ ഒരു കാണുന്ന ഇത് ദസ്വി വെച്ച ഭാഗമാണ്, ദസ്വിയുടെ അടയാളമാണെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാണുന്നത് കുതിരയുടെ അടയാളമാണ് എന്നും ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ പാദസ്പർശനമേറ്റ സ്ഥലമാണ്. അതിൻ്റെ അടയാളങ്ങൾ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. അതിന് എന്നും പുണ്യവുമുണ്ട്. ആ പുണ്യം കരസ്ഥമാക്കാൻ ധാരാളം ആളുകളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടെയുള്ള സൂര്യാസ്തമയവും സൂര്യ ഉദയവും അസ്തമയവും ഒക്കെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ വെച്ച് എല്ലാ അറബി മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച സ്വലാത്ത് മജ്ലിസ് നടക്കാറുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു കുഴി, ഇതിലുള്ള വെള്ളം കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ വുളൂ നിർവഹിച്ചിരുന്നത് എന്നും ചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മുടെ ഈ വീഡിയോ ഇൻഷാ അല്ലാഹ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു മക്ബറയുടെ ചരിത്രവുമായി വൈകാതെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.